സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും NDAയും അങ്ങനെ മത്സര രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആർക്കും പെടാത്ത, ഒരു മുന്നണിയിലും പെടാത്ത കുറെ സ്വതന്ത്രന്മാരും എന്തായാലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ചില സ്വതന്ത്രന്മാർക്ക് LDFO, UDFO, NDFO ഒക്കെ പിന്തുണ കൊടുക്കുകയും ചെയ്യും. എന്തായാലും ശരി, കേരളത്തിലെ സംസ്കാര സമ്പന്നരായ വോട്ടർമാർ, ജനാധിപത്യ വിശ്വാസികൾ, മതേതരത്വ വിശ്വാസികൾ, നിങ്ങൾ ആരെ തിരഞ്ഞെടുത്താലും ശരി, വർഗീയവാദിയെ തിരഞ്ഞെടുക്കരുത്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരെ മാത്രം, ജനങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റിയ ആളുകൾ, വിശ്വസ്തർ, ജനങ്ങൾക്ക് നന്മ ചെയ്യുമെന്ന് കരുതുന്നവരെ മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനാവട്ടെ, ഏത് വർഗീയ പാർട്ടിയാവട്ടെ, പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്നും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നവരെ മാത്രമേ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാവൂ എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പല പാർട്ടികളിൽ നിന്നും ആളുകൾ കാലുമാറുന്നുണ്ട്. സീറ്റ് കിട്ടാതെ വരുമ്പോൾ സ്ഥാനമോഹികളാണ് എല്ലാ ഭാഗത്തും. വയസ്സായി മരിക്കാൻ കിടന്നാലും ശരി, ആരോഗ്യം ക്ഷയിച്ച് നടക്കാൻ വയ്യാത്ത, നടക്കാൻ മറ്റുള്ളവരുടെ സഹായം തന്നെ വേണ്ടി വരുന്ന ആൾക്കാർ പോലും എനിക്ക് സീറ്റ് വേണ്ട, ഞാൻ മത്സരിക്കുന്നില്ല, ഞാനൊരു അഡ്വൈസറായിട്ട് അല്ലെങ്കിൽ ഞാനൊരു ഉപദേശകനായിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ഉണ്ടാവും, ഞാൻ എല്ലാ രംഗത്തും ഉണ്ടാകും, സജീവമായിട്ടുണ്ടാകുമെന്ന് പറയാൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ആരും ഞാൻ ഇലക്ഷനിൽ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ അപൂർവമായ ചില ആൾക്കാരെ, വളരെ അപൂർവം. അതായത് മരിക്കുന്നത് വരെ എനിക്ക് സ്ഥാനമാനങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഈ മനുഷ്യന് എന്താണ് ഇത് സംഭവിക്കുന്നത്? മനുഷ്യർക്ക് അധികാരത്തോടുള്ള ആ ഭ്രമം, പണവും അധികാരവും, അതിനു വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പണം, പെണ്ണ്, അധികാരം. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ലോകത്തുണ്ടാവുന്ന കുഴപ്പങ്ങളെല്ലാം. ഇപ്പൊ നമ്മൾ അറിയാമെന്നുള്ള കാര്യമാണ്, പച്ചയായ ഒരു പാരമാർത്ഥമാണ്. അമേരിക്ക ഒരു സ്വതന്ത്രമായ രാജ്യത്ത് അന്യൊരു രാജ്യത്ത് കടന്നു കയറി